കാലങ്ങളായുള്ള കോൺഗ്രസിന്റെ ഉരുക്കുകോട്ട തന്നെയാണ് നിലമ്പൂർ. എന്നാൽ നിലമ്പൂരിലെ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങേണ്ട ആവശ്യമുണ്ട്. കാരണം 2016-ലും 2021-ലുമൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം കൊണ്ടുവന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി, അതിനേക്കാൾ അപ്പുറത്തേക്ക് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോയി ഇടതുപക്ഷം സ്വതന്ത്രനായി മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുത്ത PV അൻവറിൻ്റെ കുത്തക മണ്ഡലം, ആ മണ്ഡലമായി മാറിയ നിലമ്പൂരിനെ തിരിച്ച് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം എന്ന പഴയകാല പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുണ്ട്. സ്വാഭാവികമായും അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുകയും ചെയ്യും. എല്ലാ തവണത്തെയും പോലെ ഈ ഉപതെരഞ്ഞെടുപ്പിനും നേതൃത്വം നൽകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വമ്പിച്ച വിജയം കൈവരിച്ച VD സതീശൻ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളിലൊക്കെയാണ് ആ വിജയം കൈവരിച്ചത് എന്നത് പച്ചയായ ഒരു സത്യമാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് അല്ലാതിരുന്ന ചേലക്കരയിൽ വലിയ പരാജയം കോൺഗ്രസിന് സംഭവിക്കുകയുണ്ടായി. ഇപ്പോൾ നിലമ്പൂരും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റല്ല, അവിടെയും വിജയിക്കേണ്ട ആവശ്യകതയുണ്ട് കോൺഗ്രസിന്. അവിടെ കൂടെ പരാജയപ്പെട്ടാൽ കോൺഗ്രസിന് കരുത്തുള്ള ഇടങ്ങളിൽ മാത്രം വിജയിക്കുന്ന ഒന്നായി അതപ്പതിച്ചു പോകും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും പുതിയ KPCC ഭാരവാഹിത്വത്തിനുമൊക്കെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചേ മതിയാകും. പക്ഷെ മറുതലക്കൽ കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിനുള്ളിലെ ഷാഫി പറമ്പിലിനെ പോലെയാണ് ഇടതുപക്ഷത്തെ M സ്വരാജ്. ജനസ്വീകാരനായ ഒരു നേതാവ്, കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാലും വിജയിക്കുവാൻ സാധ്യതയേറെയുള്ള ഒരു നേതാവ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി തന്നെയാണ്. അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്ന മോഹൻ ജോർജ്, അദ്ദേഹവും ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുവാൻ കഴിയുന്ന കരുത്തുള്ള നേതാവാണ്. മറ്റൊരിടത്ത് PV അൻവർ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി കോൺഗ്രസിന് ലഭിക്കേണ്ട ഭരണവിരുദ്ധ വികാര വോട്ടുകളെ ഭിന്നിപ്പിക്കുവാൻ കരുത്തുള്ള നേതാവ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ വളരെ ശക്തമായ തെരഞ്ഞെടുപ്പിനെ മുൻപോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനുമുണ്ട്. അതുകൊണ്ട് ദേശീയ നേതൃത്വം ഇപ്പോൾ ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പല്ല, അവിടെ വിജയിച്ചേ മതിയാകൂ. ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിൽ മാത്രമേ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF മുന്നണിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കൂ. 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDFനെ സംബന്ധിച്ച് 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. അതിൻ്റെ ആദ്യ ചവിട്ടുപടി തന്നെയാണ് നിലമ്പൂരിൽ നടക്കുവാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് AICCക്ക് ഇതിൽ ചില പ്രത്യേക താല്പര്യവും ചില പ്രത്യേക ശ്രദ്ധയും ഉണ്ട് എന്നത് വാസ്തവമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താൻ നിരീക്ഷക സംഘങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വിജയം ഉറപ്പാക്കണമെന്ന കർശന നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിന് AICC നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് തുരങ്കം വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാനാണ് നിരീക്ഷക സംഘത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശമെന്നും പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനു പുറമെ ഗാന്ധി കുടുംബത്തിലെ അംഗമായ പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ പഴുതടച്ച പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്തുവാനുള്ള AICC തീരുമാനത്തിന്റെ ഭാഗമായി കൂടിയാണ് നിരീക്ഷക സംഘത്തിന്റെ നിയമനം. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും പാർട്ടിയും എടുക്കുന്ന തീരുമാനങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കുന്നതിനുള്ള വീഴ്ച, പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന നേതാക്കളുടെ പ്രവർത്തനങ്ങൾ എന്നിവയടക്കമുള്ള കാര്യങ്ങളാവും പ്രധാനമായി നിരീക്ഷിക്കുക. പുതിയ KPCC അധ്യക്ഷനെ നിയമിച്ച സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിലെ അച്ചടക്ക ലംഘനം ഇനിയൊരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് AICC ഉള്ളത്. അൻവർ വിഷയത്തിൽ പാർട്ടിയിലും UDFലും നിലനിൽക്കുന്ന അപസ്വരങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ടെന്ന പരാതി AICC നേതൃത്വത്തിന് ലഭിച്ചതായും പറയപ്പെടുന്നുണ്ട്. ഇടതുപക്ഷവുമായി തെറ്റിപ്പിരിഞ്ഞ മുൻ MLA PV അൻവർ UDFൽ ചേക്കേറാൻ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. അൻവറിന് അസോസിയേറ്റ് അംഗത്വം നൽകാമെന്ന ധാരണയും മുന്നണി യോഗത്തിൽ രൂപപ്പെട്ടിരുന്നു. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പരസ്യ അവഹേളനം നടത്തിയ അൻവർ മാപ്പ് പറഞ്ഞ് സ്ഥാനാർത്ഥി അംഗീകരിച്ചാൽ മാത്രം മുന്നണിയിൽ അംഗത്വം നൽകിയാൽ മതിയെന്ന പിന്നീടുള്ള UDF തീരുമാനവും അങ്ങനെയായിരുന്നു. ഇതിനുശേഷവും അൻവറിനെ പിന്തുണച്ച് പാർട്ടിയിലും മുന്നണിയിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന മുതിർന്ന നേതാക്കളുടെയും ചില KPCC ഭാരവാഹികളുടെയും നിലപാടിൽ കടുത്ത അതൃപ്തിയാണ് AICCക്കുള്ളത്. ഇതുകൂടി കണക്കിലെടുത്താണ് വളരെ പെട്ടെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം നിരീക്ഷക സംഘത്തിന് രൂപം നൽകി മണ്ഡലത്തിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത്. കോൺഗ്രസിനും UDFനും വിജയിക്കാനാവുന്ന അന്തരീക്ഷമാണ് മണ്ഡലത്തിൽ ഉള്ളതെന്നാണ് AICC ചുമതലപ്പെടുത്തിയ സർവേ ടീം റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതിന് വിഘാതമാവുന്ന തരത്തിലുള്ള പ്രവർത്തനം പാർട്ടിയിലെ ഏത് നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും അത് തെളിവ് സഹിതം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാനാണ് നിരീക്ഷക സംഘത്തോട് പാർട്ടി ദേശീയ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. അൻവർ വിഷയത്തിൽ കോൺഗ്രസിൽ ഭിന്നതയുണ്ടെന്ന മട്ടിലുള്ള നേതാക്കളുടെ അഭിപ്രായ പ്രകടനത്തിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് അമർഷമുണ്ട്.
പാർട്ടിയിൽ ഐക്യമില്ലെന്ന സന്ദേശം നേതാക്കൾ തന്നെ ജനങ്ങൾക്ക് നൽകുന്നുവെന്നും ഇനിയെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുമാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം. എന്തായാലും AICCയുടെ പ്രത്യേക സംഘമൊക്കെ പുതിയ കാലഘട്ട തെരഞ്ഞെടുപ്പിന്റെ ചില മാറ്റങ്ങളായി കൂടി കണക്കാക്കേണ്ടതായിട്ടുണ്ട്. 2016-ലും 2021-ലുമൊക്കെ ഇടതുപക്ഷ പാളയമായി രൂപം കൊണ്ടുവന്നിരിക്കുന്ന ഈ നിലമ്പൂർ മണ്ഡലം ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു എന്ന ബോധ്യം കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ഉണ്ടാക്കുവാൻ വേണ്ടി പാർട്ടിയുടെ നിലനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന ബോധ്യം ഉണ്ടാക്കുവാൻ വേണ്ടി AICCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ ഒരു പ്രത്യേക തീരുമാനം സ്വാഭാവികമായും അത് തെരഞ്ഞെടുപ്പിനെ കൂടി സ്വാധീനിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ വിജയപരാജയത്തിൽ അത് വലിയ പ്രധാനപ്പെട്ട ഘടകമായി മാറുമെന്നുള്ള ഉറച്ച ബോധ്യത്തിൻ്റെ പുറത്തു തന്നെയാണ് AICC ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെ തരത്തിൽ കോൺഗ്രസിനെ ബാധിക്കും, ഏതൊക്കെ തരത്തിൽ സഹായകം ആകുമെന്നുള്ളതെല്ലാം കണ്ടറിയേണ്ട ഒന്നാണ്.